നമസ്കാരം TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം, തിരൂർ, പൊന്നാനി RTOയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പരിശോധന. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 113 കുപ്പി ഗോവൻ മദ്യം കണ്ടെത്തി. 2 ബാഗുകളിലായി 37 ലിറ്റർ മദ്യം പിടികൂടിയത്. തിരൂർ താന്നൂർ റോഡിൽ വീണ്ടും ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന കാറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ലോറി നിയന്ത്രണം വിട്ട റോഡരികിലെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. വയനാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയും മൂലം കേരളത്തിൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 7738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ വ്യാഴാഴ്ച 362 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം, തിരൂർ, പൊന്നാനി RTOയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പരിശോധന. നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വരുന്നത്. ജില്ലയിൽ പൊന്നാനി, മലപ്പുറം, തിരൂർ RTOകളുടെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സുകളിൽ പരിശോധന ഊർജിതമാക്കി. പരിശോധനയെ തുടർന്ന് ആവശ്യമായ ബസ്സുകളിൽ അറ്റകുറ്റപ്പണികൾക്കായി നിർദ്ദേശം നൽകുകയും ബാക്കിയുള്ളവയ്ക്ക് ഫിറ്റ്നസ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും സുരക്ഷിതമായി യാത്ര ചെയ്യണമെന്ന ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. 45ഓളം സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുകയും അതിൽ ഏതാണ്ട് 30ഓളം വാഹനങ്ങൾ ഫിറ്റ്നസ് നൽകുകയും ബാക്കിയുള്ള വാഹനങ്ങൾക്ക് അടുത്ത മെയിൻ്റനൻസിനും പണിക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഏതാണ്ട് 28ഓളം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ഇനി പരിശോധന അടുത്ത സ്ഥലം കുറ്റിപ്പുറം അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇനിയും പരിശോധന തുടർന്നതായിരിക്കും. ഇതോടൊപ്പം അതായത് സ്കൂളിലെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം കൂടി നടത്തിയിട്ടാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സീറ്റിൽ ഒരു കുട്ടി എന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. സീറ്റിന്റെ വലിപ്പം അനുസരിച്ച് കുട്ടികളെ വീണ്ടും ക്രമീകരിക്കും. കുട്ടികളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസത്തിൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാറ്റം വന്നേക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതിനോടൊപ്പം തന്നെ കുട്ടികളെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ പരിശോധനകൾ വീണ്ടും ഉണ്ടാവുന്നതായിരിക്കും. ഒരു ബസ്സിൽ എത്ര കുട്ടികളുണ്ടാവും? സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും ബസ്സുകളുടെ സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ട് ഓരോ സീറ്റിലും ഓരോ കുട്ടികളെന്ന രീതിയിലാണ്. അപ്പോൾ ബസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കുട്ടികളുടെ എണ്ണത്തിലും വ്യത്യാസങ്ങളുണ്ടാവും. പ്രൈവറ്റ് വാഹനങ്ങൾ ശരിക്കും നമ്മൾ സ്കൂളിൽ പെർമിറ്റ് ചെയ്യുന്നില്ല ശരിക്കും. പിന്നെ സാധാരണഗതിയിൽ റൂറൽ ഏരിയകളിൽ നിന്ന് എണ്ണം കൂടുതലുള്ള ആൾക്കാരിങ്ങനെ ഇല്ലീഗലായിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിവേ എന്താണെങ്കിലും അതിനകത്ത് ഓട്ടോറിക്ഷയിലാണെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങളിലാണെങ്കിലും കുത്തിനെരുക്കി കൊണ്ടുവരുന്ന ഒരു സംവിധാനം അനുവദിക്കുന്നതല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും സ്കൂൾ തുറക്കുന്നതും അതുപോലെ ഈ കുട്ടിയുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം വളരെ കോവിഡ് പ്രോട്ടോകോൾ ചെയ്തുകൊണ്ടായിരിക്കും. അതിൻ്റെ തുടർന്നുള്ള പരിശോധനകളെല്ലാം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. സ്കൂളുകൾ തുറക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ബസ്സുകളിലും പരിശോധനയുണ്ടാകും. സ്കൂൾ ബസ്സുകൾ നിരത്തിലിറങ്ങിയാലും പരിശോധന തുടരാനാണ് തീരുമാനം. സ്കൂൾ തുറക്കുന്നതിൽ രക്ഷിതാക്കൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള വാഹനങ്ങൾ മാത്രമേ ഗതാഗതത്തിനായി ഉപയോഗിക്കൂവെന്നും തിരൂർ ജോയിന്റ് RTO M. അൻവർ തിരൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. തിരൂർ താലൂക്കിൽ 400ഓളം സ്കൂൾ ബസ്സുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. 100ഓളം വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടുള്ളത്. ബാക്കി വരുന്ന വാഹനങ്ങളിലെ പരിശോധന പൂർത്തിയാവുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടിയ യാത്ര അനുവദിക്കില്ല. ഇപ്പോൾ നമുക്ക് നേരത്തെ ഒരു സീറ്റിൽ 2 കുട്ടികളെ, അതായത് സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഉണ്ടായിരുന്ന 50 സീറ്റ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 50 സീറ്റ് ഉണ്ടായിരുന്ന വാഹനത്തിൽ 100 പേരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഈ കോവിഡ് സീസണിൽ ഇപ്പോൾ പറയുന്ന ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടിയ ഒരാളെയും നമുക്കതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. നിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത് കോവിഡ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലായിട്ട് ഇതിനകത്ത് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീടുകളിൽ നിന്നും കോവിഡ് സ്കൂളുകളിൽ എത്തുന്നതും സ്കൂളുകളിൽ നിന്ന് കോവിഡ് വീടുകളിൽ എത്തുന്നതും തടയുന്നതിലേക്കായി നമ്മൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓരോ യാത്ര കഴിയുമ്പോഴും അണുനശീകരണം നിർബന്ധമാക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള അധ്യാപകർ ഇതിന്റെ ഭാഗമായി പരിശോധന നടത്തും. നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളിൽ
പനിയോ ചുമയോ മറ്റോ അതായത് കണ്ടേജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരെ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് അതിനകത്തൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് ഉപയോഗിച്ച തെർമൽ സ്കാനറുകൾ സ്കൂളുകളിൽ എത്തിച്ചിട്ട് സ്കൂൾ ബസ്സുകളിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് പനിയും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്ന് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഉള്ള ആളുകൾ മാത്രമേ അതിനകത്ത് കയറ്റി കൊണ്ടുവരാൻ പാടുള്ളൂ. നേരത്തെ അത് ഒരു സീറ്റിൽ 2 പേരെന്നുള്ളത് ഇപ്പോൾ ഒരു സീറ്റിൽ ഒരാൾ തന്നെ പാടുള്ളൂ. പിന്നെ നിന്ന് യാത്ര ചെയ്യുന്നത് ഇതിനകത്ത് അനുവദിച്ചിട്ടില്ല. കാരണം നിൽക്കുന്നതും ഈ തുമ്മുന്നതും ഒക്കെ ഇതിനകത്ത് പ്രശ്നം ആയിരിക്കുന്നത് കൊണ്ട് ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് ഭാഗമായിട്ടാണ് അത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവരും N95 മാസ്ക് ധരിക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം എന്നുള്ളത് N95 എന്നുള്ളതോ ഡബിൾ മാസ്കോ നമുക്ക് അതിനകത്ത് ധരിക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് വാഹനത്തിൽ വിൻഡോ ഷട്ടറുകൾ ഓപ്പൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ AC ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന സ്കൂൾ ബസ്സുകൾ ഹൈഫൈ ആയിട്ടുള്ള സ്കൂളുകളിൽ നമ്മൾ ഉണ്ടെങ്കിലും AC ഉപയോഗിക്കുന്ന സ്കൂൾ ബസ്സുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും പിന്നെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നെ ഓരോ ട്രിപ്പും കഴിയുന്ന സമയത്ത് നമുക്ക് വാഹനങ്ങളുടെ അണുനശീകരണം നടത്തുന്നതായിട്ട് നമുക്ക് കണക്കുകൾ ഉൾപ്പെടെയുള്ളത് രജിസ്റ്റർ വെച്ച് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവരും 10 വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവരുമായ ഡ്രൈവർമാരെയാണ് പരിഗണിക്കുക. അതായത് ഏത് കാറ്റഗറിയിലെ വാഹനം ഉപയോഗിക്കുന്നുവോ ആ വാഹനം ഓടിച്ച് പരിചയം 10 വർഷത്തിൽ കുറയാതെ ഉള്ള ഒരു പരിചയം ഉണ്ടായിരിക്കണം. ഈ ഡ്രൈവർക്ക് നേരത്തെ എക്സൈസിലെ കേസുകളോ അതായത് നമ്മളെ മയക്കുമരുന്നിലോ അല്ലെങ്കിൽ മദ്യപിച്ചതിൻ്റെയോ അടിപിടി കേസുകളിലോ കേസിൽ ഏതെങ്കിലും ഉൾപ്പെട്ട ഒരാളായിരിക്കാൻ പാടില്ല. എന്നൊരു ക്രിമിനൽ ആവരുത് എന്നുള്ളതും അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ തന്നെ ആയിരിക്കണമെന്നും അതിനകത്ത് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരു സേഫായിട്ടുള്ള ഒരു യാത്ര കുട്ടികളിൽ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് പരിശോധിക്കുന്നതിലേക്കായിട്ട് സേഫ് കേരളയിലെ പ്രത്യേക ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് അവർ പ്രത്യേകം നടത്തുന്നു. സേഫ് കേരള എന്ന് പറഞ്ഞിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു വിങ് തന്നെയുണ്ട്. അവിടെ ഒരു പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. കോവിഡ് സീസണിൽ മാതൃകാപരമായി വാഹനങ്ങൾ ഉപയോഗിച്ച സ്കൂളുകൾക്ക് പ്രത്യേക ആദരവ് നൽകുമെന്നും ജോയിന്റ് RTO M അൻവർ മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PK രതീഷ് അധ്യക്ഷത വഹിച്ചു. MP ഷെഫീഖ് സ്വാഗതവും പ്രദീപ് പയ്യോളി നന്ദിയും പറഞ്ഞു. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട 113 കുപ്പി ഗോവൻ മദ്യം കണ്ടെത്തി. നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് കടന്നുപോയതിന് പിന്നാലെയാണ് 2 ബാഗുകളിലായി 37 ലിറ്റർ മദ്യം പിടികൂടിയത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച RPFും എക്സൈസ് വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 113 കുപ്പി ഗോവൻ മദ്യം പിടികൂടിയത്. ഇന്ന് പുലർച്ചെ നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് പോയതിനു ശേഷം സ്റ്റേഷൻ പരിസരത്ത് 2 ബാഗുകളിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മദ്യം കണ്ടെത്തിയത്. ആകെ 37 ലിറ്റർ മദ്യമാണ് പിടികൂടിയത്. അന്തർ സംസ്ഥാന ട്രെയിനുകൾ വഴി ഗോവയിൽ നിന്ന് മലപ്പുറം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി മദ്യം കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്ന് എക്സൈസ് ഇന്റലിജൻസ് രഹസ്യവിവരത്തെ തുടർന്നാണ് RPFും എക്സൈസും പരിശോധന നടത്തിയത്. തിരൂർ RPF സബ് ഇൻസ്പെക്ടർ സുനിൽ KM, എക്സൈസ് ഇൻസ്പെക്ടർ O സജിത എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ എക്സൈസ് ഇന്റലിജൻസ് പ്രിവന്റ് ഓഫീസർ VK സൂരജ്, RPF ഹെഡ് കോൺസ്റ്റബിൾ M പ്രസന്നൻ, കോൺസ്റ്റബിൾമാരായ മുരളി, വിജീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ റിബീഷ് എന്നിവർ പങ്കെടുത്തു. 2 ആഴ്ച മുൻപും RPFും തിരൂർ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 8 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. തിരൂർ താന്നൂർ റോട്ടിൽ വീണ്ടും ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന കാറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ലോറി നിയന്ത്രണം വിട്ട റോഡരികിലെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. വയനാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അർദ്ധരാത്രി 1 മണിയോടെ തിരൂർ താന്നൂർ റോഡിൽ മൂച്ചിക്കൽ വലിയ പാടത്താണ് അപകടമുണ്ടായത്. മൂന്നാറിലേക്ക് വയനാട്ടിൽ നിന്ന് തേയിലയുമായി പോകുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വരികയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയെ മറികടന്നു വന്ന കാറുകാരനെ രക്ഷിക്കാൻ സൈഡ് ഒരുക്കി കൊടുത്തപ്പോഴാണ് ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടത്. മഴ പെയ്ത മിനുസമേറിയ റോഡിൽ ടയറുകൾക്ക് ഗ്രിപ്പ് കിട്ടാതെ ലോറി സൈഡിലേക്ക് നിരങ്ങിയിറങ്ങുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ സന്തോഷ് പറഞ്ഞു. രാത്രി ഒരു 12:45 ഒരു മീഡിയം സ്പീഡിൽ ഞാനിങ്ങനെ വന്നുകൊടുക്കുമായിരുന്നു. വരുന്ന സമയത്ത് എതിരെ ഒരു ടാങ്കർ ലോറി വരുന്നു. അതിനെ പാസ് ചെയ്തൊരു കാറ്, നല്ല മഴയുണ്ടായിരുന്നു, കാറ് വന്നതാണ് സംഭവിക്കാൻ കാരണം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു,
ഞാൻ ചവിട്ടി നിന്നില്ല, കാറുകാരൻ കഴിച്ചില്ല, പക്ഷേ ഞാനിങ്ങോട്ട് സൈഡ് വലിഞ്ഞു പോയി. അങ്ങനെയാണ് സംഭവിക്കുന്നത്. രാത്രി 12:45 നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോഡ് നല്ല കാര്യങ്ങളാണ്, നല്ല റോഡും കാര്യങ്ങളാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൽ ചവിട്ടിയാൽ നിൽക്കുന്നില്ല. അതാണ് മെയിൻ ഒരു കേസ്. ചവിട്ടിയാൽ നിൽക്കാത്തൊരു സംഭവമുണ്ട്. കാരണം ഇതിനു മുമ്പ് 2-3 അനുഭവങ്ങൾ ചെറുതായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. റോഡിൽ നിന്ന് ഇറങ്ങിയ വാഹനം തൊട്ടടുത്ത വീടിന്റെ മതിൽ ഇടിച്ചു തകർത്താണ് നിന്നത്. വീട്ടുമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന വലിയ പരസ്യ ബോർഡും തകർന്നു. എന്നാൽ കാറിലുണ്ടായിരുന്നവർ വാഹനം നിർത്താനോ അന്വേഷിക്കാനോ തയ്യാറായില്ലെന്നും ലോറി ഡ്രൈവർ സന്തോഷ് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് തേയില കൊണ്ടുപോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരാണ് അപകടം നടക്കുന്ന സമയം വാഹനത്തിലുണ്ടായിരുന്നത്. സഹഡ്രൈവറായ മാനന്തവാടി സ്വദേശി ജിബിനാണ് മറ്റൊരാൾ. 2 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാഹനത്തിനും സാരമായ കേടുപറ്റി. വാഹനത്തിന്റെ ഫ്രണ്ട് ക്യാബിൻ തകരുകയും ആക്സിൽ ഒടിയുകയും ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയത് 4 ലക്ഷം രൂപയെങ്കിലും നാശനഷ്ടമുണ്ടായതായി കണക്ക് കൂട്ടുന്നു. താൻ 13 വർഷമായി സ്ഥിരമായി സഞ്ചരിക്കുന്ന റോഡായതിനാൽ തനിക്ക് റോഡിനെ കുറിച്ച് അറിയാമെന്ന് ഡ്രൈവർ സന്തോഷ് പറയുന്നു. ആഴ്ചയിൽ ഞങ്ങൾ ഒരു 3 നട അങ്ങോട്ട് പോയി തിരിച്ച് 3 നട 6 ചാല് സ്ഥിരം ഓടുന്ന വണ്ടിയാണ്. റോഡ് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്ന സ്ഥിരം വണ്ടി കൊണ്ട് സർവീസ് നടത്തുന്ന ആളാണ്. പക്ഷേ റോഡിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ റോഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചവിട്ടി നിൽക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ഥിരമായിട്ട് അനുഭവങ്ങൾ ചെറുതായിട്ട് മുന്നിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത്. ഒരു കാറുകാരനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. റോഡിലെ മിനുസക്കൂടുതലാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് ഡ്രൈവർ പറയുന്നത്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. 2 ദിവസങ്ങളായി നടന്ന പരിശോധനയിൽ 131 കേസുകളിൽ 2,99,500 രൂപ പിഴ ഈടാക്കി. ജില്ലയിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ അപകടങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യം വെച്ച ജില്ലയിലെ നിരത്തുകളിൽ കർശന പരിശോധനയും ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം രംഗത്തെത്തി. ദേശീയ സംസ്ഥാന പാതകൾ കേന്ദ്രീകരിച്ചും ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് പരിശോധന. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹെൽമറ്റ് പരിശോധന ഉൾപ്പെടെ കർശനമാക്കിയിട്ടുണ്ട്. 2 ദിവസങ്ങളായി നടന്ന പരിശോധനയിൽ ഹെൽമറ്റ് ധരിക്കാതെ 39 പേർക്കെതിരെയും ലൈസൻസ് ഉപയോഗിക്കാതെ 17 പേർക്കെതിരെയും ഇൻഷുറൻസ് ഇല്ലാതെ 23 പേർക്കെതിരെയും കൂളിംഗ് ഫിലിം ഒട്ടിച്ച 6 വാഹനങ്ങൾക്കെതിരെയും നടപടിയെടുത്തു. 131 കേസുകളിലായി 2,99,500 രൂപ പിഴ ഈടാക്കി. പിഴ ഈടാക്കുന്നതോടൊപ്പം തന്നെ ഓരോ നിയമലംഘനങ്ങൾ വഴി അപകടങ്ങൾ സംഭവിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അപകടങ്ങളുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസും ഉദ്യോഗസ്ഥർ നൽകി. ജില്ലയിൽ യുവാക്കൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ചു വരുന്നതിന് അറുതി വരുത്താൻ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് MVI സജി തോമസ് പറഞ്ഞു. അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്കൂളും കോളേജുകളൊക്കെ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കുട്ടികളെ നമ്മൾ വീടുകളിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ കുട്ടികൾ ലൈസൻസ് ഉള്ളവരാണോ വണ്ടി ഓടിക്കുന്നത്? അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ കുട്ടികൾ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അവർ വാഹനം ഓടിച്ചുകൊണ്ട് പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമായും അവർക്ക് ഹെൽമറ്റ് വേണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കുക. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധന തുടരുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO KK സുരേഷ് കുമാർ പറഞ്ഞു. മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO KK സുരേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം MVI സജി തോമസ്, AMVI-മാരായ ഷബീർ പാക്കാടൻ, PK മനോഹരൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊളപ്പുറം, കക്കാട്, കൊടിമരം, വെന്നിയൂർ, ചങ്കുവെട്ടി, മലപ്പുറം, ചെമ്മാട് യൂണിവേഴ്സിറ്റി, കൊണ്ടോട്ടി, തിരൂർ തുടങ്ങിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. +1 പ്രവേശനത്തിന് അധിക സീറ്റുകൾ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യാനും താൽക്കാലിക ബാച്ചുകൾക്ക് അനുമതി നൽകും. നിലവിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ച 7 ജില്ലകളിൽ ആവശ്യമെങ്കിലും ഇനിയും സീറ്റ് കൂട്ടും. സംസ്ഥാനത്ത് +1 അഡ്മിഷന് അധിക സീറ്റ് അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യാനും താൽക്കാലിക ബാച്ചുകൾക്ക് അനുമതി നൽകും. മഴക്കെടുതിയിൽ മരിച്ചവർക്ക് 5 ലക്ഷം രൂപ സഹായം നൽകാനും തീരുമാനമായിട്ടുണ്ട്. +1 അഡ്മിഷന് നിലവിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ച 7 ജില്ലകളിൽ ആവശ്യമെങ്കിൽ ഇനിയും സീറ്റ് കൂട്ടും. സർക്കാർ സ്കൂളുകളിൽ 10% വരെ സീറ്റ് അനുവദിക്കാനാണ് തീരുമാനം. അടിസ്ഥാന സൗകര്യമുള്ളതും സീറ്റ് വർധനവിന് അപേക്ഷിക്കുന്ന എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും 10% സീറ്റ് വർധന അനുവദിക്കും. നേരത്തെ അധിക സീറ്റ് അനുവദിക്കാത്ത ജില്ലകളിൽ ആവശ്യമെങ്കിൽ എല്ലാ സർക്കാർ സ്കൂളിലും 20% വരെ അധികമായി അനുവദിക്കും. ഈ ജില്ലകളിൽ അടിസ്ഥാന സൗകര്യമുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിബന്ധനകൾക്ക് വിധേയമായി മാർജിനൽ വർധനവിന്റെ 20% സീറ്റ് വരെ വർധനവ് അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. പ്രകൃതിക്ഷോഭത്തിൽ 15%-ലധികം തകർച്ച നേരിട്ട പുറമ്പോക്ക് സ്ഥലത്തെ വീടുകളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെ ദുരന്തബാധിത കുടുംബമായി പരിഗണിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ലോട്ടറി കച്ചവടക്കാരനെ കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. കാവിലക്കാട് പെരിന്തല്ലൂർ സ്വദേശി മുഹമ്മദ് റിയാസാണ് പോലീസിൽ പരാതി നൽകിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം.
ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ലോട്ടറി കച്ചവടക്കാരനായ പെരുന്തല്ലൂർ സ്വദേശി മുഹമ്മദ് റിയാസ് ഓട്ടോറിക്ഷ ഓടിച്ച പണം ആവശ്യപ്പെട്ട കാരണത്താൽ പെരുന്തല്ലൂർ പമ്പ് സ്വദേശികളായ 2 പേർ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. പരിക്ക് പറ്റിയ മുഹമ്മദ് റിയാസ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും പറയുന്നു. ഇന്നലെ 12 മണിക്ക് കീലാണ്ടമണി ബാബു എന്ന് പറഞ്ഞ ആള് എല്ലാവരും മർദ്ദിച്ച് കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ച്. പിന്നെ സുബൈർ എന്ന് പറഞ്ഞ ഒരാളും പാണ്ട് പോയേക്ക് ഞാൻ എടുത്ത് ചാടി അങ്ങനെ രക്ഷപ്പെട്ടതാണ്. അവർക്ക് ദേശം ഞാനൊരു വണ്ടീൻ്റെ പൈസ ചോദിച്ചതിന് മാത്രം ഒരു 3000 രൂപ ഓട്ടോറിക്ഷ ഓടിയ കായ് ചോദിച്ചതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നം. അവരിഞ്ഞും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ പെണ്ണുങ്ങൾക്കും അവിടെ ഒന്നും ചുറ്റുഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കള്ളും കഞ്ചാവും വെള്ളം കൊണ്ട് ഇതൊക്കെ ഫുള്ള് മണൽ മാഫിയൻ്റെ ആൾക്കാരാണ്. ഈ ലൈനിൽ നിൽക്കുന്ന വണ്ടിയായിട്ടാണ് പിന്നെ കാറ് കയറ്റാൻ ശ്രമിച്ചത്. അത് വാടകയ്ക്ക് ഓടാൻ കൊടുത്തതിന് വണ്ടി ഓടാൻ കൊടുത്തതിന് ആ കായ് ചോദിച്ചതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഫുള്ളും അക്രമിഞ്ഞും ചെയ്യും, അങ്ങനെ ഇനി വണ്ടി കയറ്റി കൊല്ലും, അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. രക്തദാനത്തിന്റെ മഹത്വം വിളിച്ചോതി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് കാൽനട യാത്രയുമായി ഒരു യുവാവ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മെൽവിൻ എന്ന 26-കാരനാണ് ഒറ്റയ്ക്ക് കാശ്മീരിലേക്ക് നടന്നു പോകുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ചെന്നൈയിൽ ഇഞ്ചി മൊത്ത വ്യാപാര കടയിൽ ജോലി ചെയ്തിരുന്ന മെൽവിൻ എന്ന 26-കാരൻ. കോവിഡ് കാലത്ത് ജോലി നഷ്ടമായി വീട്ടിലെത്തിയ മെൽവിൻ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു യാത്ര പോകണമെന്ന തോന്നലുണ്ടായത്. വ്യത്യസ്തമായ യാത്ര പോകണമെന്ന ചിന്തയിൽ നിന്ന് മെൽവിൻ എത്തിയത് കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് നടന്നു പോകാമെന്ന ചിന്തയിലായിരുന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ 9-ാം തീയതി മെൽവിൻ യാത്ര ആരംഭിച്ചു. 15 ദിവസത്തെ യാത്രയ്ക്കു ശേഷം ആലപ്പുഴയിലെത്തിയപ്പോൾ കാലിൽ ചെറിയ കുമിളകൾ രൂപപ്പെട്ട് നടക്കാൻ പറ്റാതായി. അങ്ങനെ ആശുപത്രിയിൽ കാണിച്ചു. കുമിളകളിലെ നീര് കുത്തിയെടുത്ത ശേഷം 5 ദിവസത്തോളം വിശ്രമിച്ചതിന് ശേഷമാണ് യാത്ര പുനരാരംഭിച്ചതെന്ന് മെൽവിൻ പറഞ്ഞു. ഞാൻ 9-ാം തീയതിയാണ് തുടങ്ങിയത്, കഴിഞ്ഞ മാസം 9-ാം തീയതി. പിന്നെ 15 ദിവസം നടക്കാൻ പറ്റുള്ളൂ. ഒരു 4 ദിവസം കാലിന് ചെറിയൊരു പ്രശ്നം വന്ന് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിറിഞ്ച് കൊണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞു. എന്നിട്ടൊരു ആലപ്പുഴയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു ഒരു 4 ദിവസത്തേക്ക്, 4-5 ദിവസത്തേക്ക്. 5 ദിവസം നടന്നില്ല. പിന്നെ 10-14 ദിവസം കൊണ്ട് നടന്നിവിടെ എത്തി. നടന്നിട്ട് തന്റെ യാത്ര വെറും ഒരു യാത്രയാകരുതെന്ന് മെൽവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെൽവിൻ രക്തദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാനും രക്തദാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും ശ്രമിക്കുന്നത്. കോവിഡ് കാലത്ത് രക്തബാങ്കുകളിൽ രക്തം കുറയുമ്പോൾ രക്തദാനം നടത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് മെൽവിൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപാട് എന്നോട് വീട്ടിൽ ചോദിച്ചു, എന്തെങ്കിലും മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുണ്ടോ, അങ്ങനെ മെസ്സേജ് എന്തെങ്കിലും നല്ലത് കൊടുത്താൽ നല്ലല്ലേ. അപ്പോൾ ഞാൻ ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് നല്ലൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് നമ്മുടെ ബ്ലഡ് കൊടുക്കാൻ മടിയായിട്ടും പേടിയായിട്ടൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. ഇപ്പോൾ എവിടെയും കിട്ടാനില്ല ബ്ലഡ്. ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഒന്നെങ്കിൽ ക്വാറന്റൈനിലായിരിക്കും, അങ്ങനെ ആയിരിക്കും. ഒരുപാട് പേര് ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ സമയത്താണെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം. അപ്പോൾ മടിച്ചിട്ടിരിക്കുന്നവരും പേടിച്ചിട്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു യാത്ര കണ്ടിട്ട് ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ബ്ലഡ് 5 മിനിറ്റ് 10 മിനിറ്റ് പോയി ഇരിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ബ്ലഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. അങ്ങനെ പിന്നെ യാത്ര ചെയ്യണം, സ്ഥലങ്ങൾ കാണണം, അങ്ങനെയൊക്കെ. യാത്രക്കിടയിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും തന്നെ ഒത്തിരി സ്നേഹിച്ചത് മലയാളികൾ തന്നെയാണെന്ന് മെൽവിൻ പറയുന്നു. തന്റെ യാത്രയുടെ ഉദ്ദേശം കൂടി മനസ്സിലാക്കുന്നതോടെ പലയിടത്തും ഭക്ഷണം പോലും തനിക്ക് സൗജന്യമായി ലഭിച്ചിട്ടുണ്ടെന്നും മെൽവിൻ പറഞ്ഞു. നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ അനുഭവങ്ങളുണ്ട്. എന്തായാലും കേരളത്തിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. കേരളത്തിൽ അധികം ഭക്ഷണം കഴിക്കാൻ പോലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിയിട്ടില്ല. എല്ലാവരും വന്ന് മേടിച്ച് തരും, ഒരുപാട് സപ്പോർട്ടുണ്ട്. അങ്ങനെ പൈസേൻ്റെ കാര്യമാണെങ്കിലും ഷോർട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനൊരു ചിട്ടിയുണ്ട്, സെൻമാതാ ചിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ ചിട്ടിയിൽ ചേർന്ന് ആ ചിട്ടി വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ യാത്ര തുടങ്ങിയത്. ബസ് സ്റ്റാൻഡുകളിലും ഏതെങ്കിലും പ്രദേശത്തെ ക്ലബ്ബുകളും ഒരുക്കുന്ന ഇടങ്ങളിലുമാണ് മെൽവിൻ രാത്രി അന്തിയുറങ്ങുന്നത്. ചിട്ടി പിടിച്ചെടുത്ത പണമാണ് യാത്രാ ചിലവിനായി ഉപയോഗിക്കുന്നത്. കുടുംബം പൂർണ്ണ പിന്തുണയുമായി കൂടെ തന്നെയുണ്ടെന്ന് മെൽവിൻ പറയുന്നു. സുൽത്താൻ ബത്തേരിയിലെ തോമസ് റോസമ്മ ദമ്പതികളുടെ മകനാണ് മെൽവിൻ. റോബിൻ, ആൻസി എന്നിവർ സഹോദരങ്ങളാണ്. കാലിൽ തറച്ച കുപ്പിച്ചില്ലുമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിയ 3 വയസ്സുകാരന്റെ വിരൽ മാറി മുറിവ് കെട്ടിയതായി പരാതി. തിരൂർ ചെമ്പ്ര കാക്കടവ് സ്വദേശി വേരുങ്ങൽ ഷാഫിയുടെ മകൻ മുഹമ്മദ് അഫ്സലിന്റെ കാലിലെ മുറിവാണ് വിരൽ മാറി മരുന്ന് വെച്ചത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് 3 വയസ്സുകാരനായ മുഹമ്മദ് അഫ്ലഹിനെ
കാലിൽ തറച്ച കുപ്പിച്ചില്ലുമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടുവളപ്പിൽ കളിക്കുന്നതിനിടെ പറമ്പിൽ പൊട്ടിക്കിടന്ന കുപ്പി അഫ്ലാഹിന്റെ കാലിൽ തറക്കുകയായിരുന്നു. ഒപിയിലെത്തി ഡോക്ടറെ കാണിച്ചപ്പോൾ പതിവ് പോലെ മുറിവ് ഡ്രസ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. അവിടെ മുതലാണ് സംഭവങ്ങളുടെ തുടക്കം. മുറിവൊക്കെ കെട്ടി ഉഷാറായി വീട്ടിലെത്തിയപ്പോഴാണ് കുപ്പിച്ചില്ല് തറച്ച വിരൽ അല്ല മറ്റൊരു വിരലിലാണ് ജീവനക്കാർ മരുന്ന് വെച്ച് കെട്ടിയതെന്ന് മനസ്സിലായതെന്നും അഫ്ലാഹിന്റെ പിതാവ് ഷാഫി പറഞ്ഞു. ഗ്ലാസ് പൊട്ടിയിട്ട് കുപ്പി ഓടിയതായിരുന്നു, ഗ്ലാസിൻ്റെ കുപ്പി. അങ്ങനെ അവിടെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട്, ജില്ലാ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരത് ഒ.പി പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഡ്രസ്സ് ചെയ്യണ റൂമിലേക്ക് ഡോക്ടർ നിർദ്ദേശിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈ കാലിലാണ് തട്ടിയത്. അങ്ങനെ അവർ ഡ്രസ്സ് ചെയ്തത് വേറൊരു വിരലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മളിത് നിങ്ങളെ അറിയിക്കുന്നത് മറ്റൊരാളുകൾക്ക് ഈ അനാസ്ഥ ഇനി സംഭവിക്കരുത് വെച്ചിട്ടാണ്. ഏതായാലും നമുക്ക് പറ്റിപ്പോയി, മറ്റുള്ളവർക്ക് ഞാൻ ഒരു കുട്ടിയെ സഹിക്കേണ്ട കാര്യം സഹിച്ചും ചെയ്ത് അതുകൊണ്ടാണ് അറിയിക്കുന്നത്. ഏതായാലും ഇനി അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇരുത്തുന്ന, പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇരുത്തുന്ന അങ്ങനെ ഒരു അനാസ്ഥ ഇനി ഉണ്ടാവരുത്. മുറിവ് ടെസ്റ്റ് ചെയ്യുന്നതിനിടെ വേദന സഹിക്കാനാകാതെ മകൻ ബഹളം വെച്ചിരുന്നു. ഈ സമയത്ത് മകനെ സമാധാനിപ്പിക്കുന്ന തിരക്കിൽ ജീവനക്കാർ മുറിവ് ഡ്രസ് ചെയ്യുന്നത് ഏത് വിരലിലാണെന്നും ശ്രദ്ധിച്ചില്ലെന്നും ഷാഫി പറഞ്ഞു. ഞാൻ മുറി കെട്ടുന്ന സമയത്ത് കുട്ടി കരഞ്ഞപ്പോൾ കുട്ടീൻ്റെ തലഭാഗത്തെയാണ് ഞാൻ. അപ്പോൾ അവർ ഡ്രസ്സ് ചെയ്യുന്നവർ കാല് പിടിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ആളുകളുണ്ട്. അവർ ശരിക്കും അത് ക്ലിയർ ചെയ്തിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കോളെ, ഞാനിവിടെ നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ചെയ്ത്. ബാക്കിൽ ഞാൻ തലഭാഗത്തായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവർ പിന്നെ അത് ചെയ്യുന്നില്ല, അവർ കെയർ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചത്, പക്ഷെ സംഭവിച്ചത് എങ്ങനെയാണ്. ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. ജീവനക്കാരുടെ അനാസ്ഥക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. തിരൂർ ചെമ്പ്ര കാക്കടവ് സ്വദേശി വേരുങ്ങൽ ഷാഫിയുടെ മകനാണ് മുഹമ്മദ് അഫ്ലഹ്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും അറബിക്കടലിലെ ന്യൂനമർദ്ദപാത്തിയും മൂലം കേരളത്തിൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചു ശക്തി പ്രാപിച്ചു. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ മധ്യ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അറബിക്കടലിൽ കേരള തീരം മുതൽ കർണാടക തീരം വരെയാണ് ന്യൂനമർദ്ദം പാത്തി നിലനിൽക്കുന്നത്. ഒഴൂർ ഓണക്കാട്ടെ മാലിന്യ പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്തിൽ സുതാര്യമായി നടന്നുപോകുന്ന മാലിന്യ നിർമ്മാർജ്ജനം തകർക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം ആളുകൾ നടത്തുന്നതെന്നും പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ പറഞ്ഞു. ഒഴൂർ പഞ്ചായത്ത് 1-ാം വാർഡ് ഓണക്കാട് പ്രദേശത്താണ് മാലിന്യം റോട്ടിൽ നിക്ഷേപിച്ച പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചത്. പ്രദേശത്തെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ മാസങ്ങളായിട്ടും അധികൃതർ മാലിന്യം നീക്കം ചെയ്യാതായതോടെയാണ് പ്രദേശവാസികൾ മാലിന്യം റോട്ടിൽ നിക്ഷേപിച്ച പ്രതിഷേധത്തിനിറങ്ങിയത്. എന്നാൽ പ്രദേശത്ത് നടക്കുന്ന മാലിന്യ പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ പറഞ്ഞു. പഞ്ചായത്തിൽ സുതാര്യമായി പോകുന്ന മാലിന്യ നിർമ്മാർജ്ജനം തകർക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത്. പഞ്ചായത്തിനെതിരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ റിജക്റ്റഡ് വേസ്റ്റ് ക്ലീൻ കേരള കമ്പനി എന്ന കമ്പനിയാണ് സാധാരണ എടുത്തു പോകാറുള്ളത്. മിനിഞ്ഞാന്ന് രാത്രി 2 ലോറിക്ക് വന്ന് 10 ടണ്ണിൽ കൂടുതൽ മാലിന്യങ്ങൾ ഈ ഓണക്കാട് നിന്ന് എടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് കോമ്പൗണ്ട് ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടേക്ക് എ ബ്രേക്ക് എന്ന ഒരു പദ്ധതി നടപ്പാക്കുകയും പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ടൈലൊക്കെ പതിച്ച് മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥലം കാലിയാക്കാനുള്ളതുകൊണ്ട് 2 ലോഡ് അവിടെ നിന്ന് എടുത്തതിന് ശേഷം ബാക്കി ഇവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും അവിടുന്ന് ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. അതിലിടക്ക് ഇന്നലെ പഞ്ചായത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്ന അടിയിൽ കുറച്ച് സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ റോട്ടിലേക്ക് ഓണക്കാട്ടത്തെ മാലിന്യങ്ങൾ എടുത്തിടുകയും വെറുതെ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. അത് വളരെയധികം വേദനാജനകമായ സംഭവമാണ്. കാരണം ഇത് നടന്നുകൊണ്ടിരിക്കുക, അത് ചെയ്യേണ്ട ഒരു കാര്യം അവർക്കുണ്ടായിരുന്നില്ല. അത് ഇന്നലെ തന്നെ അവിടുന്ന് വൈകുന്നേരം ഇവിടുന്ന് പകുതി എടുത്തതിന് ശേഷം ലോറി പറഞ്ഞയച്ച് അവിടുന്ന് എടുത്തിട്ടും ഉണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് പ്രദേശത്ത് മാലിന്യം ശേഖരിച്ച് നിക്ഷേപിക്കുന്ന ഹരിത കർമ്മസേനയുടെ പ്രവൃത്തി തുടങ്ങിയത്. എന്നാൽ യാതൊരു മാനദണ്ഡവും നോക്കാതെ പദ്ധതി നടപ്പാക്കുകയായിരുന്നു. നിലവിൽ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ചാണ് ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നത്. ക്ലീൻ കേരള കമ്പനിയാണ് പഞ്ചായത്തിൽ നിന്നും മാലിന്യം കൊണ്ടുപോകുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണത്താൽ ഇത് വൈകുകയാണ് ഉണ്ടായത്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് കോമ്പൗണ്ടിലുള്ളതും അതുപോലെ തന്നെ ഓണക്കാടുള്ള മാലിന്യങ്ങളൊക്കെ ഇന്നും നാളെയുമായി ബാക്കിയുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഇനി അത്തരം സ്ഥലങ്ങളിൽ ഈ സാധനം നമ്മൾ നിക്ഷേപിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് തന്നെ
അതിന് സ്ഥലങ്ങൾ താൽക്കാലികമായി ഒരു വ്യക്തിയിൽ നിന്ന് സൗജന്യമായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബദൽ സംവിധാനം ഉണ്ടാകുന്നതുവരെ അവിടെ തന്നെ ചില വ്യക്തികൾ നമുക്ക് ഷെഡ് കെട്ടി തരാനൊക്കെ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുറക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകും. പൂർണ്ണമായും മാലിന്യമുക്ത പഞ്ചായത്താക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. പ്രദേശത്ത് നിന്ന് മാലിന്യം ദ്രുതഗതിയിൽ നീക്കം ചെയ്തു തുടങ്ങിയെന്നും പ്രസിഡന്റ് അറിയിച്ചു. ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം ജില്ലാ സമ്മേളനം പുത്തനത്താണി വ്യാപാര ഭവനിൽ ഒക്ടോബർ 30 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം വിവിധ പരിപാടികളുടെ ഒക്ടോബർ 30 മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് കോടിയിൽ സ്വാഗതം പറയുന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CKM ബാപ്പു ഹാജി അധ്യക്ഷത വഹിക്കും. സമിതി സംസ്ഥാന പ്രസിഡന്റ് കുർക്കോളി മോദീൻ മുഖ്യപ്രഭാഷണം നടത്തും. മുഖ്യാതിഥിയായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് പങ്കെടുക്കും. വനിതാ സംഗമം LNS വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹ്റ മമ്പാട് ഉദ്ഘാടനം നിർവഹിക്കും. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഖദീജ മുത്തേടത്ത് അധ്യക്ഷത വഹിക്കും. കൂടാതെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ LNS സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. വെസ്റ്റ് ജില്ലയുടെ 8 മണ്ഡലങ്ങളിൽ നിന്നായി 300ഓളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിലർമാരുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്നത് യുവാക്കളോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോ അല്ല, 10ഉം 12ഉം വയസ്സായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ലഹരിക്ക് അടിമപ്പെടുന്നത്. സമീപകാലത്ത് തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് തന്നെ കോടിക്കണക്കിൽ ഉറുപ്പികയുടെ ലഹരി വസ്തുക്കളാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേരുന്ന ലഹരി വസ്തുക്കളുടെ 10% പോലും ഉദ്യോഗസ്ഥന്മാരിൽ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം ഭയാനകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത്. തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CKM ബാപ്പു ഹാജി, ജനറൽ സെക്രട്ടറി അഷ്റഫ് കോടിയേൽ, ജില്ലാ ട്രഷറർ ഷീലത്ത് ഭീരാൻകുട്ടി, ഉപാധ്യക്ഷൻ കളാക്കൾ മുഹമ്മദ് അലി, അയ്യൂബ് തുടങ്ങിയവർ പങ്കെടുത്തു. നബിദിന വേദിയിൽ പാർട്ടി ഗാനം പാടിയ കൊച്ചുമിടുക്കൻ പരപ്പനങ്ങാടിയിലുണ്ട്. പരപ്പനങ്ങാടി ഉള്ളാണത്തെ 4 വയസ്സുകാരൻ അലനാണ് നബിദിനത്തിന് പാട്ടുപാടാൻ കയറി പള്ളിയല്ല പണിയണമെന്ന ഗാനം ആലപിച്ചത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ താരമായിരിക്കുകയാണ് അലൻ എന്ന കൊച്ചുമിടുക്കൻ. കഴിഞ്ഞ ദിവസം അവിചാരിതമായാണ് നാട്ടിൻപുറത്തെവിടെയോ നടന്ന നബിദിനാഘോഷ വേദിയിൽ ഒരു കൊച്ചു പയ്യൻ പള്ളിയല്ല പണിയണം എന്ന ഗാനം ആലപിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടാൻ തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയ കൊച്ചുതാരത്തെ തിരഞ്ഞിറങ്ങിയ ഞങ്ങളെത്തിയത് പരപ്പനങ്ങാടി ഉള്ളണത്തെ മുണ്ടിയൻകാവ് എന്ന സ്ഥലത്താണ്. മുണ്ടിയൻകാവിലെ നിസാമുദ്ദീന്റെ 4 വയസ്സുകാരനായ മകൻ അലനാണ് പാട്ടുപാടി താരമായത്. സത്യത്തിൽ അലൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ പാട്ടായിരുന്നില്ല. ഇസ്ലാം കാര്യം 5 എന്ന ഗാനമാണ് പാടാൻ അലൻ തയ്യാറായിരുന്നത്. എന്നാൽ സ്റ്റേജിൽ കയറി സഭാകമ്പം മൂത്ത് വെപ്രാളപ്പെട്ട അലൻ പാടാൻ ഉദ്ദേശിച്ച പാട്ട് മറന്നു. കേട്ടുശീലിച്ച പള്ളിയല്ല പണിയണമെന്ന വരികളാണ് നാവിൽ വന്നത്. പിന്നെ അലൻ ഒന്നും ആലോചിച്ചില്ല, പാടിയങ്ങലക്കി. പള്ളിയല്ല പണിയണം വള്ളിക്കൂടമായിരും പുത്തനങ്ങളല്ല പണി കൊടുത്ത വീക്കണം. ഇന്നലെ ഏത് പാട്ടാ പാടാൻ പോയേ? ആദ്യം ഏത് പാട്ടാ പഠിച്ചിരുന്നേ? ഇസ്ലാംകായ മറന്നു പാതയോളങ്ങളെ വളരെ. വേദിയിൽ പാടാനായി പഠിച്ച പാട്ട് ഒന്നുകൂടി പാടാൻ ഞങ്ങൾ അവനോട് ആവശ്യപ്പെട്ടു. നല്ല ഈണത്തിൽ ഇസ്ലാം കാര്യം 5 എന്ന പാട്ട് അവൻ പാടിത്തന്നു. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫല്ലാണ്. അറിഞ്ഞില്ലെങ്കിൽ നരക അവളുടെ വീടാണ്. കരിമല ആദ്യത്തിൽ 1 നിഷ്കാരത്തിന് 2. ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോഴുള്ള വെപ്രാളമാകാൻ അലൻ ഈ പാട്ട് പാടാൻ കാരണമെന്നാണ് പിതാവ് നിസാമുദ്ദീൻ പറയുന്നത്.
നിസാമുദ്ദീന്റെ അനിയൻ റംഷി പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. റംഷിയുടെ ഫോണിൽ സ്ഥിരമായി ഈ പാട്ട് കേട്ടതും സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് പിതാവ് പറയുന്നത്. ഇവിടെ ഒരു പാർട്ടിൻ്റെ പരിപാടി നടന്നിരുന്നോ, അപ്പോൾ അതിനാണ് ഇവന് ഈ പാട്ട് കേട്ടത്. അപ്പോൾ അവനത് ആയിട്ട് മനസ്സിക്ക് പിടിച്ചിക്കണ്. ചില പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പാടി നടക്കലാണ്. പിന്നെ ഓൻ്റെ എളാപ്പിയും ഒരു സഖാവായതുകൊണ്ട് ഓൻ്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കലുണ്ട്. അപ്പോൾ അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ ചെക്കനും പിന്നെ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നതും മൈക്ക് പിടിക്കണതൊക്കെ. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിൽ കുറേ ആളുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ പാട്ട് പാടുകയും ചെയ്ത്. അലന്റെ പ്രായം പോലും പരിഗണിക്കാതെ പലരും സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ കമന്റ് ഇടുന്നതിനെതിരെ പിതാവ് നിസാമുദ്ദീൻ രൂക്ഷമായി പ്രതികരിച്ചു. ഇന്നലെ ഫേസ്ബുക്കിൽ ഇതുവരെ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട്. ഈ കമൻസുകൾ വെച്ചാൽ ഇപ്പോൾ ഈ 4 വയസ്സായ ആളല്ലോ, അവർക്കിപ്പോൾ എന്താ പാർട്ടിനെ പറ്റി അറിയാം. പക്ഷെ ഒരുപാട് ഈ പാർട്ടി തലക്ക് കുറിച്ച ആളുകളാട്ടാ. അതായത് നോർമലായിട്ട് പാർട്ടി എന്താണെന്ന് അറിയുന്ന ആളുകൾ ആ ലെവലിൽ പോകുന്നവർക്ക് കുഴപ്പമില്ല, വിഷയങ്ങളില്ല. അത് ആ കുട്ടീൻ്റെ രീതിയിൽ അവർ എടുക്കണുള്ളൂ. പക്ഷെ മറ്റുള്ളവർ പല ബാഡ് കമൻസുകളും ഒരുപാട് അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ കുട്ടി സംഭവം ഒന്നും അറിയുന്നില്ല. അതിലവർ പരസ്പരം അങ്ങോട്ട് ഒരു യുദ്ധം ചെയ്യുന്ന മാതിരിയാണ് കമൻസുകൾ വരുന്നത്. പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയൻകാവ് നിസാമുദ്ദീൻ ഹിബ ദമ്പതികളുടെ ഇളയ മകനാണ് അലൻ. 6 വയസ്സുകാരൻ ആഹിൽ സഹോദരനാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പിതൃ സഹോദരൻ റംഷിയാണ് ഫോണിൽ പാട്ട് കുട്ടിക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്. നാട്ടിൽ കുട്ടികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടിയിലായിരുന്നു അലന്റെ വ്യത്യസ്തമായ പാട്ട്. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് നിന്ന് 7738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76,043 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 7738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1298, തിരുവനന്തപുരം 1089, തൃശൂർ 836, കോഴിക്കോട് 759, കൊല്ലം 609, കോട്ടയം 580, പത്തനംതിട്ട 407, കണ്ണൂർ 371, പാലക്കാട് 364, മലപ്പുറം 362, ഇടുക്കി 330, വയനാട് 294, ആലപ്പുഴ 241, കാസർഗോഡ് 198 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76,043 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 56 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 110 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ 18 വരെയുള്ള 542 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ 30,685 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 38 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,375 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 786 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 39 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ വ്യാഴാഴ്ച 362 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6.28% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ വ്യാഴാഴ്ച 362 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6.28% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 338 പേർക്കും നേരത്തെ രോഗബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത്. 395 പേർ വ്യാഴാഴ്ച മാത്രം കോവിഡ് മുക്തരായിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ ഇതുവരെ കോവിഡ് മുക്തരായവർ 5,58,500 പേരായി. 22,415 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 5 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 18 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം, തിരൂർ, പൊന്നാനി ആർടിഒയുടെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പരിശോധന. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 113 കുപ്പി ഗോവൻ മദ്യം കണ്ടെത്തി. 2 ബാഗുകളിലായി 37 ലിറ്റർ മദ്യം പിടികൂടിയത്. തിരൂർ താന്നൂർ റോഡിൽ വീണ്ടും ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന കാറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ലോറി നിയന്ത്രണം വിട്ട റോഡരികിലെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. വയനാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയും മൂലം കേരളത്തിൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 7,738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ വ്യാഴാഴ്ച 362 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.